ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ നോക്കുന്ന ഒരു നവോത്ഥാന നായികയാണ് അക്കമ്മ ചെറിയാൻ. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഭാഗങ്ങളിൽ ഒരു വ്യക്തിയാണ് അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാനുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കമ്മ ചെറിയാൻ ഏത് വർഷമാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ 1909 ഫെബ്രുവരി 14 അക്കമ്മ ചെറിയാൻ ജനിക്കുന്നത്. ജനിച്ച സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. ഏത് ജില്ല എന്ന് വെച്ചാൽ കോട്ടയം ജില്ലയാണ്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് അക്കമ്മ ചെറിയാനെ വിശേഷിപ്പിച്ചതാരെന്ന് വെച്ചാൽ ഗാന്ധിജിയാണ്. അപ്പോൾ ഏത് അവസരത്തിലാണ് ഗാന്ധിജി തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് അക്കമ്മ ചെറിയാനെ വിശേഷിപ്പിച്ചത് എന്നൊരു ചോദ്യം വന്നാൽ ശ്രദ്ധിക്കുക. പട്ടം താണുപിള്ള ഉൾപ്പെടെ ദിവാൻ എന്ത് ചെയ്തു? അന്യായമായി തടങ്കൽ വെച്ചിരുന്ന സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കളെയെല്ലാം മോചിപ്പിക്കുന്നതിന് രാജാവിനെ കൊണ്ട് കൽപ്പന ഇറക്കിച്ചുവെന്ന വാർത്ത അറിഞ്ഞപ്പോഴാണ് ഗാന്ധിജി അക്കമ്മ ചെറിയാനെ ഹിയർ കംസ് അനദർ റാണി ഫ്രം ഝാൻസി റാണി ഫ്രം ട്രാവൻകൂർ എന്ന് പ്രശംസിച്ചത്. ഓക്കെ, അപ്പോൾ ഓർത്തേക്ക്, ഹിയർ കം അനദർ ഝാൻസി റാണി ഫ്രം ട്രാവൻകൂർ എന്നാണ് ഗാന്ധിജി അക്കമ്മ ചെറിയാനെ പ്രശംസിച്ചത്. ഏത് അവസരത്തിൽ എന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ള ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ എന്ത് ചെയ്തു? ദിവാൻ അന്യായമായി തടങ്കൽ വെച്ചിരുന്നു. ഓക്കെ, അതിനെതിരെ എന്ത് ചെയ്തു? സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ തടങ്കൽ വെച്ചിരുന്നു. എല്ലാരെയും മോചിപ്പിക്കുന്നതിന് രാജാവിനെ കൊണ്ട് കൽപ്പന ഇറക്കിയതിനെ തുടർന്നാണ് അക്കമ്മ ചെറിയാനെ ഹിയർ കം അനദർ ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്ന് പ്രശംസിച്ചത്. ഓർത്തു വയ്ക്കുക, അക്കമ്മ ചെറിയാന്റെ സഹോദരിമാരെയും തിരുവനന്തപുരത്തെ ട്രാവൻകൂറിലെ ആളുകൾ വിളിച്ചിരുന്നത് ദി ട്രാവൻകൂർ സിസ്റ്റേഴ്സ് ഇൻ പൊളിറ്റിക്സ് എന്നാണ്. ദി ട്രാവൻകൂർ സിസ്റ്റേഴ്സ് ഇൻ പൊളിറ്റിക്സ് എന്നാണ് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത 1938 തിരുവിതാംകൂറിലെ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെ തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നയിച്ച വനിതയാണ് അക്കമ്മ ചെറിയാൻ. അപ്പൊ ഏത് വർഷമാണ്? 1938. എവിടെ മുതൽ എവിടെ വരെ? തമ്പാനൂർ മുതൽ കവടിയാർ വരെ എന്ത് ജാഥ? രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ്. 1938 ഉത്തരവാദ ഭരണപ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാരെന്ന് വെച്ചാൽ ശ്രീ ചിത്ര തിരുനാൾ. 1938 നമുക്ക് ചിത്ര തിരുനാളാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ 1936 ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്ര തിരുനാൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ 1938 മാര് തന്നെയാണ് ചിത്ര തിരുനാൾ തന്നെയാണ്. ഓക്കെ, അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂർ നിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട വർഷം 1947. അക്കമ്മ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സംഘടനയാണ് ഓർത്തുക ദേശസേവികാ സംഘം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദേശസേവികാ സംഘം 1938 ദേശസേവികാ സംഘം സ്ഥാപിക്കുന്നത് എന്ന് ഓർത്തുക. അടുത്ത, ഇന്ത്യ ഗവൺമെന്റ് താമ്രപത്ര അവാർഡ് നൽകി അക്കമ്മ ചെറിയാനെ ആദരിച്ച വർഷം 1972. ഓർത്തുക, ഇന്ത്യ ഗവൺമെന്റ് എന്ത് നൽകി? താമ്രപത്ര അവാർഡ് നൽകി അക്കമ്മ ചെറിയാനെ ആദരിച്ച വർഷം 1972. ഓക്കെ, അക്കമ്മ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അക്കമ്മ ചെറിയാന്റെ ആത്മകഥ ഏത്? എന്താണ്? ജീവിതം ഒരു സമരം. അക്കമ്മ ചെറിയാന്റെ പ്രധാന കൃതിയാണ് 1114 കഥ. അക്കമ്മ ചെറിയാന്റെ പ്രധാന കൃതി 1114 കഥ. ഓക്കെ, കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിതയാണ് അക്കമ്മ ചെറിയാൻ. കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിതയാണ് അക്കമ്മ ചെറിയാൻ. ഓക്കെ, അടുത്ത, അക്കമ്മ ചെറിയാൻ അന്തരിച്ച വർഷം 1982 മെയ് 5. 1982 മെയ് 5. ഓക്കെ, അക്കമ്മ ചെറിയാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലം എന്ന സ്ഥലത്ത്. ഓർത്തുക, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലം എന്ന സ്ഥലത്താണ് അക്കമ്മ ചെറിയാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തുക. കേരള നവോത്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു വനിതയാണ് അക്കമ്മ ചെറിയാൻ എന്ന് പറയുന്നത്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഇപ്പൊ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നുള്ള ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്തുക, ആരെ വിളിച്ചു, ആരാണ് അങ്ങനെ പ്രശംസിച്ചത്, ആരാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയാണെന്ന് ഓർത്തുവയ്ക്കുക. പ്രതിമ എവിടെ സ്ഥിതി എന്ന് ചോദിച്ചിട്ടുണ്ട്. വെള്ളയമ്പലം, തിരുവനന്തപുരം എന്ന് ഓർത്തുവയ്ക്കുക.
അക്കമ്മ ചെറിയന്റെ ആത്മകഥയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ജീവിതം, ഒരു സമരം, അതുപോലെ തന്നെ രാജധാനി മാർച്ച് നയിച്ച വനിത ആരെന്ന് ചോദിച്ചിട്ട് അക്കമ്മ ചെറിയൻ എവിടെ മുതൽ എവിടെ വരെ എന്ന് ചോദിച്ചിട്ടുണ്ട്. തമ്പാനൂർ മുതൽ കവടിയാർ വരെ എന്ന് ഓർത്തുവയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക. അതുപോലെ തന്നെ അക്കമ്മ ചെറിയൻ നേതൃത്വത്തിൽ സ്ഥാപിച്ച സ്ത്രീകളുടെ സംഘടനയാണ് ദേശീയ സേവികാ സംഘം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത ഭാഗത്തിൽ വേറൊരു നവോത്ഥാന നായകരും വേറൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.